അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുത്ത ട്രേഡ്സും ഇന്നത്തെ എൻട്രി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ടോട്ടൽ 3 എൻട്രിയാണ് എടുത്തത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ. ഇന്നലെ 5000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ് ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ. തിരക്കായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ അത് ലോസ് ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഈ മാസത്തെ ഇതുവരെയുള്ള PNL കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇന്നെടുത്ത 3 ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇന്ന് ഇതാ നിഫ്റ്റി ഞാൻ സാധാരണ എടുക്കില്ല. ഇന്ന് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരു പുട്ട് ഓപ്ഷനാണ്. പിന്നെ ബാങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ബാങ്കിൽ തന്നെ ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. ഈ നിഫ്റ്റിയിൽ എടുത്ത ട്രേഡ് SL ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ എടുത്ത ഒരു ട്രേഡ് ടാർഗറ്റാണ്. ഒരു ട്രേഡ് ട്രയലിംഗ് SL ആണ്. ഞാനൊരു 10 പോയിൻറ്റ് കയറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ട്രയലിംഗ് SL ഇട്ടതാണ്. അപ്പോൾ 3 ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലെടുത്ത ട്രേഡ് ആദ്യം നോക്കി നോക്കാം. നിഫ്റ്റിയിലെടുത്ത ട്രേഡ് ഇതാ ഈ ഒരു ക്യാൻഡിലാണ് നിഫ്റ്റിയിലൊരു ട്രേഡ് എടുത്തത്. 25,000 25,000 എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു സ്ലൈറ്റ് ITM അല്ലെങ്കിൽ ATM എന്നൊക്കെ പറയാം. ITM തന്നെയാണ്, കാരണം 24,950 ആയാൽ ATM ആയി. അപ്പോൾ അത് ITM ആയിരിക്കും. അപ്പോൾ ITM സ്ട്രൈക്കാണ് എടുത്തത്. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റി ഏരിയൻ്റെ മേലോട്ടേക്ക് പോയ സമയത്താണ് നിഫ്റ്റിയിൽ താഴോട്ടേക്ക് ഒരു പുട്ട് ഓപ്ഷൻ എടുത്തത്. അത് നേരെ പോയി SL അടിച്ച് പെട്ടെന്ന് തന്നെ SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് അതാണ് ഇനി നിഫ്റ്റിയിൽ എടുത്ത ട്രേഡ്. നിഫ്റ്റിയിൽ സാധാരണ എടുക്കാറില്ല, ഇന്ന് ഒരു ട്രേഡ് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ബാങ്കിൽ ഉള്ള ട്രേഡ്സ് നോക്കി നോക്കാം. ബാങ്കിൽ ഒരു ട്രേഡ് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. അതൊരു ട്രെൻഡ് ലൈൻ ബേസ് ആയിട്ടുള്ളൊരു എൻട്രിയാണ്. മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ട്രെൻഡ് ലൈൻ കാണാം. ലൈവ് മാർക്കറ്റിൽ പല രീതിയിലുള്ള ട്രെൻഡ് ലൈൻസ് കാണും. ഇപ്പോൾ നോക്കുമ്പോൾ പലതും കാണില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നു. അതിനുശേഷം മാർക്കറ്റ് മേലെ പോയി ഡേ ഹൈ ഒക്കെ എടുത്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് വീണ്ടും മേലോട്ടേക്ക് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഈ ക്യാൻഡിലിൽ ഈ ഏരിയ ടാപ്പ് ചെയ്ത് അതിൻ്റെ ലോവസ്റ്റ് ഏരിയയിൽ നിന്ന് എൻട്രി എടുത്ത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ നല്ല മൊമെൻറ്റം കയറി അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വന്ന സമയത്ത് ഞാനൊരു 10 പോയിൻറ്റിൽ ചെറിയ രീതിയിൽ SL ട്രയൽ ചെയ്ത് വെച്ച് കുറച്ചൊന്ന് മേലേക്ക് കയറ്റി വെച്ചാണ്. ആ കയറ്റി വെച്ചത് താഴേക്ക് വന്ന സമയത്ത് ഇവിടുന്ന് അടിച്ചു. അപ്പോൾ അതാണ് ഇതിൽ 253 വന്നത്. സാധാരണ 600 ലോസ് വരാറുള്ളത്. ഒരു SL അടിച്ചാൽ 600 ലോസ് വരൽ. അപ്പോൾ ഇത് SL ഇത്ര കുറയാനുള്ള കാരണം അതാണ്. ഇവിടെ മേലോട്ട് കയറിയ സമയത്ത് ഞാൻ ട്രയൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് SL അടിച്ചു. അപ്പോൾ ബാങ്കിലെടുത്ത ഒരു ട്രേഡ് അതാണ്. പിന്നെ ബാങ്കിലെടുത്ത വേറൊരു ട്രേഡ് ടാർഗറ്റ് അടിച്ച ട്രേഡ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് അല്ല, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടല്ലേ, സോറി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ട്രെൻഡ് ലൈൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ലൈവ് മാർക്കറ്റിൽ കാണുന്നതനുസരിച്ചിട്ട് എടുക്കുന്ന ട്രേഡ്സാണ്. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു ട്രേഡാണ് പ്രോഫിറ്റ് അടിച്ചത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് എടുത്ത ട്രേഡാണ്. ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് എടുത്തത്. എടുക്കാനുള്ള റീസൺ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഹയർ ടൈം ഫ്രെയിമിലൊന്നുമല്ല, ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റിൽ തന്നെ ഉള്ളൊരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്ത് താഴോട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇവിടെ ടാപ്പ് ചെയ്ത് വീണ്ടും ഇവിടെ കുറച്ച് കളിച്ചിട്ട് വീണ്ടും മേലോട്ട് തന്നെ പോകുന്നതാണെങ്കിൽ മേലോട്ട് പോയില്ല, വീണ്ടും താഴോട്ടേക്ക് തന്നെയാണെന്ന്. പക്ഷേ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. ഞാൻ എന്തായാലും ഈ ക്യാൻഡിലാണ് ടാർഗറ്റ് ബുക്ക് ചെയ്തത്. അത് ബുക്ക് ചെയ്യാനുള്ള കാരണം ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത എൻട്രിയാണ്. അപ്പോൾ ആ എൻട്രി എടുത്തിട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയ സമയത്ത് ലിക്വിഡിറ്റി എടുത്ത സമയത്ത് എക്സിറ്റ് അടിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിൽ എടുത്തു. ഈ ക്യാൻഡിൽ എക്സിറ്റ് അടിച്ചതിൽ ഓൾമോസ്റ്റ് ഒരു 60 പോയിൻറ്റ്സ് ഒക്കെ ക്യാച്ച് ചെയ്തുള്ളൂ. 100 പോയിൻറ്റ്സ് ആണ് ടാർഗറ്റ് വെച്ചത്. പക്ഷേ അത് അടിക്കുന്നതിന് മുന്നേ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയതുകൊണ്ട് അത് പെട്ടെന്ന് എക്സിറ്റ് അടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 3 ട്രേഡ്സ് ഇതാണ്. 1100 രൂപയാണ് പ്രോഫിറ്റ്. പിന്നെ കഴിഞ്ഞ 4 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഇന്നലത്തെ PNL അതൊന്ന് കാണിച്ചു തരാം. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാസത്തെ കംപ്ലീറ്റ് ഒന്ന് നോക്കി നോക്കാം. ഇതുവരെ എന്താണുള്ളത് എന്നുള്ള സെപ്റ്റംബർ അല്ല, ഒക്ടോബറാണ്. ഒക്ടോബർ 1 തൊട്ട് ഇന്നിപ്പം 8 തീയതി കൊടുക്കാം. ഇന്നത്തെ ഇതിൽ വരില്ല, ഇന്നലെ വരെ ഉള്ളത് ഇതിൽ വരുള്ളൂ.
ലോഡായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഡ് വന്നിട്ടുണ്ട്. 8,600 ഇതുവരെയുള്ള ഓവറോൾ പ്രോഫിറ്റ്. 8,600 അല്ല, അതിലേക്ക് ഇന്നത്തെയും കൂടെ കൂടും, ഒരു 1,100 രൂപയും കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ ഇന്നലെ എടുത്ത ട്രേഡ് ഡീറ്റെയിൽസ് ഇവിടെയാണ്. 5,083 രൂപയാണ് ഇന്നലെ പ്രോഫിറ്റ് ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ലോസ് ആയതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. ഞാൻ എൻ്റെ ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയാം, ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഒക്കെ ഞാൻ ഒരേപോലെ വീഡിയോ ചെയ്യലുണ്ട്. എത്ര അടുപ്പിച്ച് ലോസ് വന്നാലും ശരി, എങ്ങനെ പ്രോഫിറ്റ് വന്നാലും ശരി, ഓവറോൾ പ്രോഫിറ്റ് ആണെങ്കിലും ഓവറോൾ ലോസിലാണെങ്കിലും മന്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ P&L കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. അതിലൊന്നും ഒരു ഇതും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ലോസ് ആയതുകൊണ്ടൊന്നല്ല വീഡിയോ ചെയ്യാനുണ്ട്. ഇനി എല്ലാ ദിവസവും ലൈവ് ട്രേഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓവറോൾ P&L അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ഈ മാസത്തെ ടോട്ടൽ അവസ്ഥ. ആദ്യം ഒരു ദിവസം 1,100 ലോസ് ഉണ്ടായിന്. പിന്നെ ഒരു ദിവസം ട്രേഡ് എടുത്തില്ല. പിന്നെ ഈ 3 ദിവസത്തെ വീഡിയോസ് ഈ 2 ദിവസത്തെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ദിവസത്തെ വീഡിയോ മാത്രമേ ചെയ്യാത്തുള്ളൂ. അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എനിക്ക് ടൈമിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇന്നത്തെ ഒരു പ്രോഫിറ്റും കൂടെ വരും, 1,200 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ ഒരു 9,000 സംതിങ് ആണ് ഇതുവരെയുള്ള പ്രോഫിറ്റ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി സെറ്റപ്പാണ്. ലിക്വിഡിറ്റി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ട്രേഡ്സൊക്കെ എടുക്കാറുള്ളത്. ഈ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. ലോസും വരാറുണ്ട്, പ്രോഫിറ്റ് വരാറുണ്ട്, ഒക്കെ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും പഠിക്കാനോ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അവിടെ നമ്പർ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, വിട്ടതാണ് പറയാൻ. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എൻട്രി എടുത്ത ഏരിയ കാണിച്ചല്ലോ, എൻട്രി എടുത്തത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് ശരിക്കും 51,100 അല്ല 51,200 പുട്ട് ഓപ്ഷനൊക്കെയാണ് ഞാൻ എടുക്കേണ്ടത്. അതാണ് ITM അല്ലെങ്കിൽ ATM തൊട്ടടുത്തുള്ളത്. പക്ഷെ ഞാൻ എടുത്തത് ഈ ഒരു സ്ട്രൈക്ക് 51,500 പുട്ട് ഓപ്ഷൻ എടുത്തത്. അതെടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് നോക്കുന്നതിന് പകരം സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ആ സമയത്ത് നോക്കുമ്പോൾ 520, 500 ATM ആണ്. അതുകൊണ്ട് മാറിപ്പോയതാണ്. ശരിക്കും 51,100 ആ റേഞ്ചിലുള്ളതൊക്കെയാണ് ഞാൻ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ചെറിയൊരു ഇത് പറ്റിപ്പോയതാണ്. പക്ഷെ കുഴപ്പമില്ല, ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇനി. ഓക്കെ, പിന്നെ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ് ആണ്, നെയ്ക്കഡ് ഓപ്ഷൻ ബൈയിങ് ആണ്. അതായത് ഹെഡ്ജിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു പൊസിഷൻ മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡേയ്സ് പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ അതായത് വിന്നിങ് പ്രോബിലിറ്റി കൂടുതലായിരിക്കും, പക്ഷേ മറ്റേ നമ്മൾ റിസ്ക് റിവാർഡ് കുറവായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്ന നേരെ തിരിച്ചാണ്. അതായത് റിസ്ക് റിവാർഡ് വളരെ കൂടുതലാണ് ഇതിൽ, പക്ഷേ വിന്നിങ് പ്രോബിലിറ്റി വളരെ കുറവായിരിക്കും. ഒരുപാട് SL അടിക്കുന്ന ട്രേഡ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചാനൽ ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ഇതുണ്ട് ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും തമ്മിൽ. അപ്പോൾ ഞാൻ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ കുറവ് വിന്നിങ് റേറ്റ് നോർമലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഓപ്ഷൻ ബൈയിങ്ങിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. കുറേ സമയം ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വല്ലപ്പോഴൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 50,000 റുപ്പീസാണ്. രണ്ട് ലോട്ടിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോട്ട് ഞാൻ 25,000 ആണ് യൂസ് ചെയ്യല്. അപ്പോൾ 2 ലോട്ട് വരുമ്പോൾ 50,000 രൂപ വെച്ചിട്ട് ഇപ്പോൾ 10,000 റുപ്പീസ് പ്രോഫിറ്റ് ആയാൽ ഓൾമോസ്റ്റ് 20% പ്രോഫിറ്റ് ഇപ്പം തന്നെ റണ്ണിങ് ആണ്. അപ്പോൾ ഈ ഒരു മന്ത് 20% പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അത് ഇനി കൂടാം കുറയാം, ലോസ് ആവാം, എന്ത് വേണം സംഭവിക്കാം. പ്രോഫിറ്റുള്ള മാസങ്ങളുണ്ടാവില്ല, ലോസുള്ള മാസങ്ങളുണ്ടാവില്ല, എല്ലാം ഉണ്ടാവലുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.